ഹലോ ഗൈസ്, എറണാകുളം ഫോറം മാളിൽ ഓട്ടം പോയിട്ട് ഒരു കൊച്ചി ഹോട്ടൽ തപ്പി നടന്ന കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. കൊച്ചു കഥയല്ല, വലിയൊരു കഥ തന്നെയാണ് കേട്ടോ. ഞാനൊരു ടാക്സി കോൾ ഡ്രൈവർ ആണല്ലോ. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് ഏറ്റുമാനൂരുള്ള ഒരു ഫാമിലിയെ കൊണ്ട് എറണാകുളം പോകുന്നതാണ് കേട്ടോ. അവർക്ക് അവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് അവരെ കൊണ്ട് പോകുക, തിരിച്ചു കൊണ്ട് വിടുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ സ്വന്തം ആനവണ്ടി കയറി നേരെ ഏറ്റുമാനൂരോട്ട് വിട്ടു കേട്ടോ. രാവിലത്തെ ആനവണ്ടിയിലുള്ള യാത്ര അടിപൊളിയാണ്, നല്ലൊരു സുഖമുള്ള ഫീലുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഏറ്റുമാനൂരിൽ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങി പെതുക്കെ പെതുക്കെ മന്ദം പറഞ്ഞ് ഞാൻ നമ്മുടെ വീടിനെ ലക്ഷ്യമാക്കി പോയി. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഈ കാണുന്ന പ്ലോട്ട് വിൽക്കാനുണ്ട് കേട്ടോ. നമ്മുടെ കാരത്താസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ പ്ലോട്ട് കാണുന്നത്. അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ സ്വന്തം ഏറ്റുമാനൂരിന്റെ സ്ഥാനാർത്ഥി ആതിര ചേച്ചിയുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലത് ചെയ്യുന്നവർ ജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിനുശേഷം എന്താ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ 35 കിലോമീറ്റർ തിരുവല്ലയിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ ഒന്നാന്തരം വീടാണ് കേട്ടോ. വീട് എന്താ പറയേണ്ടത്, നമ്മുടെ ഊട്ടിയിലൊക്കെ കാണുന്ന വീടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചില സിനിമയിലൊക്കെ ഹൈ റേഞ്ച് മേഖല കാണുന്ന വീടുണ്ടല്ലോ, ആ ഒരു വീടിന്റെ ഷേപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കൽപ്പടർപ്പുകളും അവിടുന്ന് വള്ളി കിടന്ന ചെടി കണ്ടോ, ആ ചെടി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഹോളിമ്പൽ അടിച്ചു ഗൈസ്. ഈ വീടിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ നൈസാണ് കേട്ടോ. നല്ലൊരു വൈബാണ് രാവിലെ കാണാൻ. ഈ കാണുന്ന ചെടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ചെടിയുടെ പൂ താഴോട്ട് കിടക്കണം. സാധാരണ പൂക്കൾ മുകളിലോട്ടാണല്ലോ, ഇത് താഴോട്ട് കിടക്കുന്നത്. ചെറിയ നമ്മുടെ തെറ്റിപ്പൂ പോലെ ഉണ്ട്. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഈ കാണുന്ന ഫ്രൂട്ട് കണ്ട്, ഇത് കഴിക്കുന്ന ഫ്രൂട്ട് വല്ലതാണോ? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. നല്ല രസമുണ്ട് കാണാം, നമ്മുടെ കുഞ്ഞ് മഞ്ചാടിക്കുരു പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി കയറിയിട്ട് പോകുന്നൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം കസ്റ്റമർ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് പരിധിയുണ്ട്. അങ്ങനെ ഞാൻ നേരെ കൊച്ചി ചെന്ന്, കൊച്ചിയിൽ അവർക്ക് ഷോപ്പിങ്ങിന് വേണ്ടി ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ഞാൻ വണ്ടിയിലിരിക്കുകയാണ് ഗൈസ്. AC ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നല്ലോ, സുഖമായിട്ട് വരാൻ പറ്റുക. ഈ ചൂടത്ത് AC ഇരിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ പോയത് കിയയുടെ ഒരു വണ്ടിയിലാണ്. കിയയുടെ ഏത് മോഡലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അറിയത്തില്ല ഗൈസ്. പക്ഷേ നല്ല സുഖമാണ്, സ്റ്റിയറിംഗ് കപ്പാസിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ ഫംഗ്ഷൻസ് നിങ്ങൾ നോക്കി. ഈ വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. സീറ്റൊക്കെ നല്ല അടിപൊളി നീറ്റാണ്, നമുക്ക് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ. ബാക്ക് സീറ്റൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവിടുത്തെ ഷോപ്പിംഗ് കണ്ട് നേരെ ഞങ്ങൾ ഫോറം മാളിലേക്കാണ് പോയത്. ഫോറം മാളിൽ 30 രൂപ പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഫീസ് കൊടുത്തതിന് ശേഷം എന്താ നമ്മൾ മുകളിലേക്ക് പാർക്ക് ചെയ്യാൻ പോകണം. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഫോറം മാളിൽ പോകുന്നത് കേട്ടോ. റൗണ്ട് അടിച്ച് കറങ്ങി വേണം ഏറ്റവും ടോപ്പിലുള്ള പാർക്കിങ്ങിലേക്ക് പോകാൻ. ഇവിടെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഇതിന്റെ ഭിത്തിയുടെ സൈഡിൽ മുഴുവൻ ഒരച്ചിലിന്റെ പാടുകളാണ് കേട്ടോ, ഓരോ വണ്ടികളെ. അപ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിന്റെ കപ്പാസിറ്റി. നമ്മൾ വലിയ അഹങ്കാരം പറയാമല്ലോ, എന്നാലും ദൈവം സഹായിച്ച് ഇന്ന് വരെ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ മാക്സിമം ഡ്രൈവിങ്ങിനെ ആസ്വദിച്ച് ഡ്രൈവിങ്ങിനെ അനുസരണയോട് ഓടിക്കാൻ പഠിക്കണം. നമുക്ക് ഐഡിയാണ് ഏറ്റവും ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും, പക്ഷേ അതിനുള്ളിലുള്ള ഐഡിയകളാണ് മറ്റൊരു ഉപദ്രവം ഉണ്ടാകാതെ, ഹോൺ അടിച്ച് വെറുപ്പിക്കാതെ, മറ്റുള്ളവർ ഹോൺ അടിച്ച് അവർക്ക് സൈഡ് കൊടുക്കാനും ഇൻഡിക്കേറ്റർ ഇടാനും മാക്സിമം മാന്യമായിട്ടുള്ള ഡിം ആൻഡ് ബ്രൈറ്റ് ഇട്ട് ഓടിക്കാനൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അങ്ങനത്തെ ഇവിടെ നമുക്ക് പാർക്കിംഗ് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് P2 എന്നുള്ള സെക്ഷനിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. P2 പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വേണ്ട അവൻ്റെ മെയിൻ എൻട്രൻസിനോട്ട് പോയി ഗൈസ്. അടിപൊളിയാണ് കാണാൻ കേട്ടോ. നമ്മുടെ ലുലുവിനെക്കാട്ടൊക്കെ വേറൊരു ഷേപ്പാണ്, നല്ല ലുലു മാളാണ് അടിപൊളി. അങ്ങനെ നമുക്ക് കഥയിലേക്ക് വരും. ഞാൻ പുറത്തൊരു ഹോട്ടൽ തപ്പി വന്നാണ്. കൊച്ചിക്കാരി എന്നുള്ള ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഗ്യാസിന്റെ വിഷയം കാരണം പൂട്ടിയിട്ടേക്കെന്നാണ് കുറച്ച് പേര് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്. ഇനി ബേക്കറി പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഫോറം മാളിൽ റെസ്റ്റോറൻറ്റ് ഇല്ലെന്നോ? ഗൈസ്, എൻ്റെ കയ്യിൽ തുച്ഛമായ ഒരു കാശേ ഉള്ളായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് ഫോറം മാളിൽ ചെന്ന് 100 രൂപയുടെ ഊണ് ചോദിച്ചാൽ ബിരിയാണി ചോദിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് വെറുതെ നാണം കിടാതിരിക്കാൻ വേണ്ടി പുറത്തൊരു ഹോട്ടൽ തപ്പി വന്ന് അങ്ങനെ ആ റോഡ് അവിടെ നിന്ന് സീബ്ര ക്രോസ് ഇല്ല കേട്ടോ. അങ്ങനെ ആ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ ബേക്കറിയെ ലക്ഷ്യമാക്കി പോകണേ. ബേക്കറിയിൽ എന്തെങ്കിലും കാണും, ഒന്നും വേണ്ട, ഒരു മുട്ട പപ്സും നാരങ്ങ വെള്ളം കിട്ടിയാൽ മതി, അടിപൊളിയാണ്. ഏതൊരു മലയാളിക്കും വയറിൽ നമ്മുടെ വിശപ്പ് മാറ്റുന്ന ഫുഡാണല്ലോ പപ്സ് അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട. ഈ രണ്ടും ഓടില്ല കാര്യം, എണ്ണക്കടികളാണ്. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എണ്ണ എങ്ങനെ കഴിക്കും. അങ്ങനെ അവിടെ നിന്നൊരു ചേട്ടനോട് തിരക്കിയപ്പോഴാണ് ഇന്ന സ്ഥലത്തൊരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞത്. ആരും നിന്ന സ്ഥലത്തെ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഹോട്ടൽ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ബേക്കറിയുടെ അവിടെ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു അപ്പുറത്തൊരു ഹോട്ടൽ ഉണ്ടെന്നേ. അങ്ങനെ ആശ്വാസം തോന്നി നേരെ വീണ്ടും നമ്മുടെ റോഡ് ക്രോസ് ചെയ്യണേ ഗൈസ്. ഈ ഒരു റൂട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഹൈവേ റോഡുകളിലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ 10 രൂപ റിട്ടേൺ ചാർജും കൊടുത്താൽ ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ കണ്ടു. ആ ചേട്ടനും ഈ ഹോട്ടലിൽ മനസ്സിൽ പുള്ളി എന്നെ നേരെ കൊണ്ട് നമ്മുടെ ഈ ഒരു ഹോട്ടലിനെ മുമ്പിൽ കൊണ്ട് ഇറക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ സന്തോഷമായി ഗൈസ്. ഈ സമയത്ത് ഒരു ഊണ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ശരിയാകത്തില്ല, ഗ്യാസ് കയറുക അങ്ങനെയൊക്കെ ഉണ്ടാകും. ഉച്ചയ്ക്ക് ഊണ് തന്നെയാണ് ഗൈസ് ബെറ്റർ. പക്ഷെ ഞാൻ കഴിച്ച ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഹോട്ടലിൽ നിന്ന് ആസ്വദിച്ച് നമ്മുടെ ഒരു 100-200 മീറ്ററേ ഉള്ളൂ ഫോറം മാളിൽ നിന്നും ഈ ഹോട്ടൽ. ഫോറം മാളിൽ പോകുന്നവരൊക്കെ ഈ ഹോട്ടൽ ഓർത്ത് വെച്ചോണം കേട്ടോ. അങ്ങനെ വേണ്ട ഓട്ടോയിൽ ഇറങ്ങി ഇച്ചിരി നടന്നാൽ മതി കേട്ടോ, കാരണം ഓട്ടോ അവിടെ നിന്ന് റൈറ്റ് കയറി പോകുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ നേരെ വന്ന് കൊട്ടാരം എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഹോട്ടലിൻ്റെ കാര്യം പറയട്ടെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഗൈസ്. അവിടുത്തെ ചെന്നപ്പം മുതൽ അവർ നല്ലതായിട്ട് എല്ലാവരും ഓടി നിറഞ്ഞ ജോലി. നിങ്ങളൊക്കെ നാഗൊക്കെ കണ്ടോ, നല്ല നീറ്റല്ലേ. അപ്പം ഈ ചേട്ടനെ കണ്ട പുള്ളിക്കാരൻ ആ ഗ്ലാസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ വെക്കാനുള്ള ഗ്ലാസ് ഒക്കെ തുടയ്ക്കുവാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും, വയറ് നിറയും. അങ്ങനെ ഞാൻ പറഞ്ഞ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണി
ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ബിരിയാണിക്കകത്ത് ഒരിക്കലും കറി വിളമ്പിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് റൈസ് വിളമ്പരുതേ. കാരണം ബിരിയാണിക്ക് അതിൻ്റെതായ ടേസ്റ്റ് വേണം, അത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും. അങ്ങനെ തിരിച്ച് തേണ്ട ഫോറം മാളിൽ വന്ന് അവരെ കയറ്റിക്കൊണ്ട് അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവർക്ക് ഒരു ഫംഗ്ഷൻ നടക്കുവാണല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ള പരിപാടിയൊക്കെ അങ്ങനെ അതിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞ് ലാസ്റ്റിൽ ആ ഫംഗ്ഷൻ സ്ഥലത്തും വന്നിട്ടുണ്ട്. ഒരു കല്യാണമാണ് കേട്ടോ. നോക്കി നമ്മുടെ ഡ്രൈവർമാർ എപ്പോഴും ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരിക്കും. ചില സമയങ്ങൾക്ക് പോയി നമുക്കൊരു വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും, പക്ഷേ ഇവിടെ പറ്റത്തില്ല. കാരണം എല്ലാ പരിപാടിയും വെള്ളം ഉൾപ്പെടെ അകത്താണ്. നമുക്ക് ഒരു നാണക്കേട് തോന്നിട്ട് പോയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ സുഹൃത്തും ചേട്ടനുമായ വിഷ്ണുക്കുട്ടപ്പൻ കുട്ടു തിരുവല്ല അവിടെ വന്നത്. പുള്ളിക്കാരൻ ഒരു ടാക്സി ഡ്രൈവറാണ്, ട്രാവലറാണ് ഓടിക്കുന്നത്. അദ്ദേഹം ഹിന്ദിക്കാരെ കൊണ്ട് വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. നമ്മുടെ നാട്ടുകാരും വേണ്ടപ്പെട്ടവരെ നമ്മൾ ദൂരെ സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ഞാനും അണ്ണനും കൂടെ പുറത്തൊക്കെ പോയി പുള്ളി എനിക്ക് വെള്ളവും മുട്ടായിയും ഒക്കെ മേടിച്ച് തന്ന് നൈസ് പുള്ളിയും കൊണ്ട് ചീപ്പ് മേടിച്ചു കേട്ടോ ഗൈസ്. എൻ്റെ പേഴ്സ് കാറ് വെച്ചിട്ടാണ് വന്നത്, ഗൂഗിൾ പേയിലാണ്, പൈസ ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ സന്തോഷമായ നിമിഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ തിരിച്ച് ഞാൻ നമ്മുടെ കാറ് കിടക്കുന്ന അവരുടെ ഫ്ലാറ്റിലേക്ക് വന്നു. അവിടെ ഒരു ഫ്ലാറ്റിലാണ് സാറൊക്കെ സ്റ്റേ ചെയ്തത്. സ്റ്റേ എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ കയറിയാണ്, അവരുടെ സ്വന്തം ഫ്ലാറ്റാണ്. അങ്ങനെ ഈ വെയിലും കൊണ്ട് എൻ്റെ ഷർട്ട് നിങ്ങൾ നോക്കിയാൽ വിയർപ്പ് പറ്റിക്കുന്നുണ്ടോ. അങ്ങനെ നേരെ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്ന സുഹൃത്തുക്കളെ നടന്നിരുന്നൊരു പരുവായി സത്യം പറഞ്ഞു കേട്ടോ. നേരെ വരിക, എ സി ഓണാക്കുക. എ സി ഓണാക്കുക, നമ്മുടെ മുഖമൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, നല്ല രീതിയിൽ ക്ലിയർ ആകും. അങ്ങനെ ഗൈസ് ഞങ്ങൾ പാലാരിവട്ടം അല്ല, നമ്മുടെ പനമ്പള്ളി നഗറിലുള്ള ആര്യാസ് ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അത് പനമ്പള്ളി നഗർക്കാർക്ക് അറിയാമായിരിക്കും. ആര്യാസ് കയറിയിട്ട് ഞാൻ നല്ലൊരു മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. എനിക്ക് മസാല ദോശയുടെ കൂടെ സത്യം പറഞ്ഞാൽ ചമ്മന്തി ഉള്ളതുകൊണ്ടാണ് ഈ മസാല ദോശ ഓർഡർ ചെയ്യുന്നത്. എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചമ്മന്തി കുഴച്ച് കഴിക്കണം. ചമ്മന്തി ഇനി ആവശ്യമില്ലെങ്കിൽ പോലും കുറച്ചും കൂടെ തേങ്ങാ ചമ്മന്തി ഞാൻ ചോദിച്ചു മേടിക്കും സുഹൃത്തുക്കൾ. അങ്ങനെ ചമ്മന്തിയിലും സാമ്പാറിലും ആ ചട്നിയിലൊക്കെ മുക്കി കഴിച്ചപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ആര്യാസിൻ്റെ ഒരു എന്ത് പറഞ്ഞാൽ അവരുടെ ആ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇവിടെ നല്ല വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. ഞാൻ ആസ്വദിച്ച് കഴിച്ചു സുഹൃത്തുക്കളെ. അതിനുശേഷം അവരുടെ സ്പെഷ്യൽ ഒരു ചായ, മധുരം കൂട്ടിയാണ് ഞാൻ ചായ പറഞ്ഞത് കേട്ടോ. മധുരം ഒത്തിരി കൂട്ടുന്ന അഴുക്കാണ്. ഇതാണ് നമ്മുടെ പനമ്പള്ളി നഗർ കേട്ടോ. മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അങ്ങനെ ആര്യാസിൽ നിന്ന് ഇറങ്ങി ഗൈസ് ഇനിയും സാറിനെയൊക്കെ കാത്തിരിക്കണം, മേഡം സാറും വരണം. അങ്ങനെ സമയം 5:29 കേട്ടോ. അങ്ങനെ നേരെ തിരിച്ച് നമ്മുടെ ഏറ്റുമാനൂർ ഞാൻ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഏറ്റുമാനൂർ വന്ന് നമ്മുടെ കോട്ടയം ബസ്സിന് കയറി. നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയം ബസ്സിന് കയറി ഡയറക്റ്റ് എനിക്ക് ട്രിവാൻഡ്രം കിട്ടുമായിരുന്നു. നമ്മുടെ ജംഗ്ഷനിൽ പോയി അല്ലെങ്കിൽ തിരുവല്ല പോയി ഇറങ്ങാൻ പറ്റും. പക്ഷേ ഞാൻ അവിടെ നിന്നില്ല, കോട്ടയം സ്റ്റാൻഡിൽ പോയി നിൽക്കാമെന്ന് ഓർത്ത് നേരെ ബസ്സിന് കയറിപ്പോയി. രാവിലെ പോയിട്ടല്ലേ കേട്ടോ, മുഖമെല്ലാം ക്ഷീണിച്ചിരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ കോട്ടയം വന്നിട്ടുണ്ട് കേട്ടോ. കോട്ടയം നല്ല ഓണാണ് നൈറ്റൊക്കെ. അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റാൻഡ് എടുക്കാറായ സുഹൃത്തുക്കളെ. സ്റ്റാൻഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റാൻഡ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ. എന്നാൽ ഈ ചില ആളുകൾ തുപ്പി നടക്കും. കോട്ടയം സ്റ്റാൻഡിൽ ചെന്നാൽ കാണാൻ പറ്റുന്ന സംഭവമാണ് തുപ്പി നടക്കുക. ഈ സ്വന്തം വീട്ടിൽ മുറ്റത്തോ അല്ലെ ഹാളിലോ ഒക്കെ തുപ്പി വെക്കുമായിരുന്നു. അതുപോലെ എല്ലാ സ്ഥലവും നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അങ്ങനെ നിന്ന് നമ്മുടെ ആനവണ്ടി എല്ലാം കണ്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ മിന്നലാണെന്നൊക്കെ അല്ല, സൂപ്പർ ഡീലക്സ് എയർബേസ് കേട്ടോ. മിന്നലൊക്കെ ഈ സമയത്ത് നമുക്കവിടെ കാണാൻ സാധിക്കും കേട്ടോ. മിന്നലിൽ കയറി ഒരു യാത്രയാണ്, അതിന് വലിയൊരു ആഗ്രഹമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കോട്ടയത്ത് നമുക്ക് നേരെ ട്രിവാൻഡ്രം ബസ് കിട്ടി. എനിക്ക് നേരെ തിരുവല്ല ചെന്നിറങ്ങണം. അങ്ങനെ തിരുവല്ലായി വന്നിട്ട് നമ്മുടെ തിരുവല്ല ചെറിയ രീതിയിൽ ഉറങ്ങി തുടങ്ങി കേട്ടോ. തിരുവല്ല കുറച്ചും കൂടി അടിപൊളിയാകണം. അങ്ങനെ നമ്മുടെ 220 എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ വന്ന സുഹൃത്തുക്കളെ. ഇനിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആകുക, ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ. നാളെ വീണ്ടും ഓട്ടം പോകേണ്ടതാണ്. അപ്പം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യണം. എല്ലാത്തിനും പേര് ബിഗ് ബ്ലോഗർ എന്നാണ്. അപ്പം ഗൈസ്, താങ്ക് യു, ഗുഡ് നൈറ്റ്.